2, 3, start. Welcome to India's vlogs. അപ്പൊ നമ്മള് ഹെഗ്ഗുഡീസ് കട്ട് ചെയ്തിരുന്നത് തന്നെ കാരണം അന്ന് ഹെഗ്ഗുഡീസ് തിരിച്ചു ഞാൻ പറയൂല. എന്റെ വീട്ടിലേക്ക് ആകെ വന്നിട്ടുള്ള ഒരാള് വേണം. വെൽക്കം ടു വിന്യാസ് വ്ലോഗ്സ്. എന്തിനാണിത്? ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുമ്പോ ശ്രദ്ധിച്ചു കേൾക്കണം. മതി കഴിഞ്ഞി. അപ്പൊ ഇതാ നമ്മളിന്ന് ഒരു ഗെറ്റ് അതാണ് നമ്മൾ ചെയ്യുന്ന ഫ്രണ്ട്സ്. ഞാൻ കാലമായിട്ട് മറ്റേ ഡ്രീം ഏജ് മാനിഫെസ്റ്റ് ചെയ്യില്ലേ, അങ്ങനെ നമുക്ക് കിട്ടിയപ്പോ നമുക്ക് ഫീൽ ചെയ്ത് ഒട്ടും എക്സ്പെക്ട് വേണ്ട നമ്മള് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കട്ട് ചെയ്യണേ നിർത്ത്. അപ്പൊ ഞാൻ കൊറേ കാലമായിട്ട് ഭയങ്കര ആഗ്രഹിച്ചു ഇവരെ കൂടെ ഒരു വീഡിയോ എടുക്കണം. ലോഗിങ് ആൻഡ് ഡാൻസ് എല്ലാം ഇട്ട്, പക്ഷെ അതെല്ലാം ചിലത് കോപ്പി റൈറ്റിൽ വന്നിട്ട്, പക്ഷെ നല്ല വ്യൂസ് ഉണ്ടായി, പക്ഷെ കോപ്പി റൈറ്റിൽ വന്നിട്ട് ഒരു ചെറിയൊരു ബാഡ് അടിച്ചിട്ടില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ എടുക്കാന്ന്. അപ്പൊ ഇന്നെന്തായാലും അപ്പൊ നമുക്കെന്നാ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാമല്ലോ. വൈഷ്ണവി അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എന്തായാലും ഇൻക്ലൂഡ് ആക്കണേ. കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും ആൻഡ് ഞാൻ കുറച്ച് മാർക്ക് ഇടും. ഓക്കെ, റേറ്റ് ഇടും. ആരാ ഏറ്റവും എന്റെ നല്ല ഫ്രണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവരെ നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെ നല്ലോണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്? കൈ ഒന്നിങ്ങനെ അറിയുന്നതാണ്. ആരാ പറയട്ടെ? ബിരിയാണി. കൈമ കൈ വെച്ചാ. The winner is Hima. ഇഷ്ടം. മൂന്ന് നേരം ഏത് മറ്റും ഗോതമ്പ് എന്റെ അത് നോട്ട് പോയിന്റ് ഗോതമ്പ് റവ ഇഷ്ടമാണ്. ഉപ്മാവ് ബിരിയാണി ഉപ്മാവ് വെച്ചതായിരിക്കും. ബിരിയാണി ഉപ്മാവ് വെച്ചാലാ എടി അത് പക്ഷെ ബിരിയാണി ആയിരിക്കും. കാരണം എപ്പോഴും കിട്ടുന്ന സാധനം. പക്ഷെ നമുക്ക് ഫേവറേറ്റ് ഫുഡ് ദിവസം എനിക്ക് ബിരിയാണി ഒന്നും നീ കഴിക്കൂല. ദിവസം ഉപ്മാവ് കൊടുത്തോട് കഴിക്കും. അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what's my usual reaction when I am angry? അയ്യോ ഷെഫ് മനസ്സിലായിട്ടില്ല. What's my usual reaction when I am angry? ഞാൻ ദേഷ്യം വന്നാൽ ഞാൻ അധികം കാണിക്കുന്ന മുഖഭാവം എന്നാണ് ദേഷ്യം വന്നാൽ. മനസ്സിലായില്ല? ഫ്രസ്ട്രേഷൻ കുഴപ്പമൊന്നുമില്ലേ? ഞാൻ വേറെ കാര്യം ആലോചിച്ചിരിക്കുന്നു. എനിക്ക് പ്രശ്നമൊന്നും ഇല്ലേ? പെട്ടെന്ന് ആക്റ്റീവ് ആയിട്ടില്ല. പിന്നെ പെട്ടെന്ന് ഉണ്ടാവും സാധനമായിട്ട് എന്ന് ചോദിച്ചാൽ ഇതേപോലെ തന്നെ എല്ലാരും സെയിം ആയിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരു മാർക്ക്. അപ്പൊ ഹിമക്ക് 2, ഇവർക്ക് രണ്ടാൾക്കും ഒരു മാർക്ക്. മാർക്ക് ഓർമ്മ ശേഷം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് വൺ വേർഡ് I always pronounce wrong? മദ്യാരിക്ക്. പിന്നെക്ക് മര്യാദക്ക് പറയാനില്ല. പിന്നെ എപ്പോഴും മദ്യാരിക്കുന്ന മദ്യാരിക്ക്. ആ മദ്യാരിക്കല്ല, പെട്ടെന്ന് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോ ഇവര് മദ്യാരിക്കുന്നു. ഷെഫിന് അതന്നല്ലേ പറഞ്ഞില്ല. പോയിട്ടില്ല. അപ്പൊ എനിക്ക് 3, 2, 1. ഫസ്റ്റ് രണ്ടാമത്തെ എല്ലാരും പറഞ്ഞു. മതി ഞാൻ ചോദിക്കട്ടെ.
ചോദിക്കുന്നത് നമ്മള് ചെറിയൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് രണ്ടുപേരും കുശുമ്പ് കളിക്കാൻ വൈഷ്ണവിക്ക് ഒരു യൂട്യൂബ് ചാനലിന്റെ ഗൈസ് വൈഷിക്. പക്ഷെ അതിലെല്ലാം ഭയങ്കര സ്റ്റാൻഡേർഡാ. പക്ഷെ ഇതില് യഥാർത്ഥ മുതലാണ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ്. Next question. If I found 500 on a road, what would I do? അതായത് ഞാൻ ഒരു 500 രൂപ റോഡിൽ കണ്ടാല് ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യുക? ഞാനാ പൊന്നിച്ച ഫസ്റ്റ്. ഞാനാണ് പൊന്നിച്ച ഫസ്റ്റ്. ആയതായാലും കാണും. നീ പറ. അങ്ങനെയല്ല പറയണ്ട. പൊതുവെ പിന്നെ ചെയ്യുന്നത് ചെറിയ പൈസ കിട്ടിക്കഴിഞ്ഞാല് ഹെൽപ്പ് ചെയ്യും ആൾക്കാരെ. ലൈക്ക് തലശ്ശേരിയിലായി വയസ്സായ രണ്ടാൾക്കാരെ വീൽചെയറിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അവള് വാങ്ങും. അത് എടുത്തിട്ട് സേവ് ചെയ്യും. ഇവര് പറഞ്ഞതില് സേവ് ചെയ്യുമെന്ന് ചോദിച്ചാ എനിക്ക് തോന്നുന്നില്ല. വൈഷ്ണവിക്ക ഒരു പൊടിക്ക് 1 മാർക്ക് കൊടുക്കാം. ശരിക്കും ഉത്തരം ശരിക്കും ഉത്തരം വെച്ചാ 500 കിട്ടിയ വൈഷ്ണവി പറഞ്ഞോളാം. ഇപ്പം ആ ഓരോ സ്ഥലത്തുനിന്ന് ഇപ്പൊ തലശ്ശേരി നിന്നെല്ലാം കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഇപ്പം ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാരെ കണ്ട ഫുള്ളൊന്നും കൊടുക്കൂലേ, കുറച്ച് കൊടുക്കൂ. കുറച്ചൊന്നല്ല, പാവപ്പെട്ട ആൾക്കാരെ കാണയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കൂല. അങ്ങനെയാണെങ്കിൽ കൊടുക്കൂല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങും. പക്ഷെ സേവ് ചെയ്യാൻ ചാൻസ് കുറവാണ്. 500 ആയതുകൊണ്ട് ഞാൻ ബേക്കറി എല്ലാം വാങ്ങാൻ ചെയ്യും. ഗൈസ്, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നും ചെയ്യാനില്ലാതെ, മലയാളം ഉണ്ട്. ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ സാധാരണ എന്താണ് അടുത്ത ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുമ്പോ അല്ലല്ല, ഇവിടെ ഒരുങ്ങും. സാരിയെല്ലാം ഇട്ടിട്ട് മൂന്നാളും പൊട്ടിയ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുക ചെയ്യാം. സീരിയസ്ലി വീട്ടിൽ നിന്ന് കോളേജിൽ നിന്നാണെങ്കിൽ ഷെഫ് പറഞ്ഞ ഓക്കെ. പക്ഷെ ഞാൻ നോർമലി എൻ്റെ ലൈഫ് വെച്ച് ഞാൻ പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുക ചെയ്യാം. ആൾക്കാരല്ലേ ഇല്ലില്ല, ഞാൻ ചെയ്യില്ല. നീ ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു തരം സംസാരം അല്ലെങ്കിൽ സ്വഭാവം ഏതാണ്? എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു തരം സംസാരം അല്ലെങ്കിൽ സ്വഭാവം ഏതാണ്? ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാല് അത് ഓപ്പണപ്പ് ആയിട്ട് പറയണമെന്ന് എപ്പോഴും പറയും. പറയാണ്ട് ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്ന തീരെ ഇഷ്ടമല്ല. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡിസ്കംഫർട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ എപ്പോ പറയുന്ന ഓപ്പൺ ആയിട്ട് പറയണം. അവിടെ ചെയ്യില്ലെങ്കിൽ അവളിപ്പോ പറയുന്നത് ഓപ്പൺ ആയിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ പറയും. അപ്പൊ അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് ആരായാലും. ഫസ്റ്റിനകത്ത് കൈ വന്നിക്കുന്നുണ്ട് ഇങ്ങനെ ഏതിങ്ങനെ ഓപ്പൺ ആവാത്ത. എനിക്ക് ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ടുള്ള സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോ ഉള്ളിൽ ഇങ്ങനെ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവമാണ്. ഈ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് പുറത്ത് ഇങ്ങനെ ചില ആൾക്കാര് ഉള്ളിൽ കുശുമ്പും ഇഷ്ടമല്ലേ? ഓപ്പണപ്പാണോ? നെക്സ്റ്റ്
ഷോപ്പിങ്ങിന് പോയാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഇപ്പൊ ഒരു മാളിലോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു വലിയൊരു ഷോപ്പിംഗ് സെന്ററിൽ പോയി ഞാൻ ഏറ്റവും കൂടുതൽ ഏത് സെക്ഷനിലായിരിക്കും ചെലവാക്കാം? എനിക്ക് സംശയമുണ്ട്. നീ പറ. ഡ്രസ് 11, 8, 9. ഡ്രസ് അല്ല, ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കും, പക്ഷെ അങ്ങനെ അവിടെ കുറേ സമയം ചെലവാക്കൂല. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ സാധനം വാങ്ങും. ഡ്രസ്സിന് കുറേ സമയം ചെലവാക്കും. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. വാട്ട്സ് മൈ ബിഗ്ഗസ്റ്റ് നെഗറ്റീവ്? ഞാൻ പറയില്ല ഇപ്പൊ എനിക്ക് നെഗറ്റീവ് ഇങ്ങനെ കൊണ്ട് നീ കൈവന്നിച്ച അല്ലാതെ കണ്ടാ പിന്നെ നീ കൈവന്നിച്ച പറഞ്ഞിട്ടില്ലേലും പ്രശ്നം പോയിന്റ് പറയാം അതുകൊണ്ട് പറയുന്നേട്ടോ. നിനക്കുണ്ടാവും നല്ലൊരു ലിസണർ ചിലപ്പോ ഞാൻ കാട്ടാ. അല്ല അത് കട്ടാക്കാൻ പാടില്ല. ഈ പക്ഷെ ലിസണർ അല്ലാന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അത് ഇവക്ക് ഫീൽ ചെയ്ത കാര്യം. തീരെ ലിസണല്ല ഒരു കാര്യം പറയുമ്പോ പക്ഷെ ഇവളൊന്നും ഉദ്ദേശിക്കുന്നത് ഈ ലിസണർ എന്ന് വെച്ചാൽ ഞാൻ പക്ഷെ എല്ലാം കേട്ടിരിക്കലേ. പക്ഷെ അത് ഭയങ്കര ക്യൂരിയോസിറ്റി ഓവറാ. ഡീലേറ്റ് ചെയ്യും, പെട്ടെന്ന് ഡീലേറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോ പെട്ടെന്ന് ഷെഫ് നീ അത് അറിഞ്ഞു വെച്ച് എന്നാടി അപ്പൊ നമുക്ക് ഒരു ഫ്ലോ പോയിപ്പോ പിന്നെ നമുക്ക് ഈ പറയാനുള്ള ഇതും പോയിപ്പോ. ഞാൻ പറയാം. ഒന്ന് ഈ പറഞ്ഞ വല്ലാണ്ട് ഓവർ തിങ്ക് ചെയ്യും, വെറുതെ ആ മറ്റന്നാളത്തെ കാര്യത്തിന് വേണ്ടി വെറുതെ ഓവർ തിങ്ക് ചെയ്തും കൂടി അതന്നെ ഇന്നത്തെ നല്ല ഹാപ്പിനെസ്സും കൂടി ഇല്ലാണ്ടാക്കും. വേറെ ഒന്നുകൂടി ഉണ്ട്. പക്ഷെ ഞാൻ പറയാൻ വിചാരിച്ചാല് മറന്നുപോയി. ആടിക്ക ഇത് ഞാൻ പറയാൻ പെട്ടെന്ന് തന്നെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാം ഇത് എന്റെ മുടി എന്ത് തരുമോ എന്താ പറയാ. അതായത് ഇവിടെ പറയോ എന്റെ പ്രശ്നമല്ല അത് ഓപ്പൺ എല്ലാം നല്ലോണം പറയണേ. എന്നിട്ട് ഇവിടെ എന്നെ പറയൂല. ഇവിടെ പറയും പക്ഷെ ഇങ്ങനെ ടൈം എടുത്ത് അപ്പുറത്ത് പോയിരിക്കും ഇപ്പുറത്ത് പോയിരിക്കും. അത് ഭയങ്കര ഇടങ്ങാറാ. അത് രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. വൈഷ്ണവിന്റെ അതിന് മുമ്പ് നടിക്കുന്നുണ്ടോ ഇങ്ങനെ നോക്കിയിരിക്കും ഫോൺ അടിക്കുന്ന വല്ലാത്തൊരു സ്വഭാവം ഇത്. സത്യത്തി എടിയോടെ ഫോണ് മുന്നിലുണ്ടാവും. വിളിക്കുന്നുണ്ട് റിങ്ങടിച്ച് തീരിട്ട് റിങ് വിളിക്കണം വേണ്ട അങ്ങനെ ഇരിക്കുന്ന സാധനം ചെയ്യാറ് പൊതുവെ. പക്ഷെ ഇപ്പൊ എന്നാലും എടുക്കുന്നുണ്ട്. Next question. What's the meaning of my name? What's the meaning of my name? ചെഫ് പറയട്ടെ. ഓക്കെ ഞാൻ പറയാം. വിനയമുള്ളവൻ. അല്ല നിനക്ക് അറിയുന്നത് പറ. അടിച്ചു നോക്കുന്നതിന് മുന്നേ നിന്റെ മൈൻഡിലൊന്നുണ്ടാവല്ലോ. വിന്നിയോ? എടാ ഞാൻ നോക്കുമ്പോ മുന്തിരി വള്ളിന്ന് ഞാൻ കണ്ടത് എനിക്കറിയില്ല. വള്ളികൾ തളർക്കുമ്പോ ഓളത് പറഞ്ഞോണ്ടിരിക്കാം. മുന്തിരി വള്ളി നീ പറയുന്നതിന് മുമ്പേ മുന്തിരി വള്ളികൾ തളർക്കുമ്പോ പറഞ്ഞ മീനിങ് ഞാൻ പറഞ്ഞ വിനയമുള്ളവൻ. അത് വിനയാ. ഞാൻ വിന്നിയാ. വിനയന്റെ മീനിങ് നോക്കി ഹെൽത്തി, ഹ്യൂമിലിറ്റി ആൻഡ് മോഡസ്റ്റി. ഹ്യൂമിലിറ്റി ആൻഡ് മോഡസ്റ്റി അതിനർത്ഥം നോളജ്.
ഷെഫു നീ ഗൂഗിള് നോക്കിന നോക്കിയിട്ടൊന്നുമില്ല. ഗൂഗിൾ നോക്കിയാണെന്ന് നോക്കാത്ത പേര് ക്വസ്റ്റ്യൻ ഒറ്റക്ക് കണ്ടെടുക്കേണ്ട ക്വസ്റ്റ്യൻ എല്ലാരും കൂടി ഗൂഗിൾ നോക്കിയത് പറയണി. Shy or meek ninga ഇല്ല, ഞാൻ ആദ്യമില്ല. humility and modesty are often characterized as synonyms. വിനയമുള്ള വിഷയം മീൻസ് അതായത് ഒരു വിനയമായിട്ടുള്ളൊരു സ്വഭാവം അനക്ക് പോയിന്റ്. മുന്തിരി പല്ലുകൾ തളർക്കുമ്പോ ഞാൻ ഈ പറയുന്നത് ഉത്തരം പറയാൻ തുടങ്ങിയ ശേഷം ഇന്റെ സെക്ഷനിൽ എന്തെങ്കിലും അങ്ങനൊന്നല്ല. നീ പിടിച്ചെടുക്കും. നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പോയിന്റില്ല. വിനയമുള്ളവളല്ല എന്തായാലും അത് ഉറപ്പാ. ഷൈയും വിനയും രണ്ടാ. ഒന്നാർക്കും 0 ഇല്ല. അയ്യോ നല്ല മാർക്ക് എനിക്കെത്തിയോ? 12. ആരെങ്കിലും ജയിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ്? എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഞാൻ പറയാം അറേഞ്ച്ഡ്. ഞാൻ പറയാം. അത് ഇല്ല, നീ ലവ് മാരേജ് ഉദ്ദേശിച്ചാൽ തന്നെ ആയിരിക്കും. വിളിച്ചോണ്ട് പോലെ അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഉദ്ദേശിച്ചത് ലവ് മാരേജ് അറേഞ്ച് മാരേജ് ഉദ്ദേശിക്കൂല. അപ്പം എനിക്ക് ലവ് കം അറേഞ്ച് മാരേജ് ഇഷ്ടം. 13, 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൂമിൽ ലൈറ്റ് ഇട്ട് കിടക്കുന്നതാണോ ലൈറ്റ് ഇടാണ്ട് കിടക്കുന്നതാണോ ഇഷ്ടം? അത് ഇവിടെ റൂമിൽ കിടന്നു എനിക്കറിയാം. അല്ല, എനിക്ക് അങ്ങനെ അറിയില്ല. അറിയില്ല. ഞാൻ എന്റെ മീൻസ് ഒരു കോമൺ സെൻസ് പോലെ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ലൈറ്റ് ഇടാണ്ട് ലൈറ്റ് ഇടാണ്ട് പോയിന്റ്. അപ്പൊ 15 ഇവിടെ നല്ല കളിച്ചാണ് ഇത്. ഒരാൾക്ക് ലൈറ്റ് അവരൊക്കെ പേടിയെ വെച്ച് കിടക്കാണ്ടല്ലോ ഇഷ്ടം. എന്നാൽ അത്ര അങ്ങനെ ലൈറ്റ് ഇട്ട് കിടക്കണ്ട. ഇതൊന്നും പിന്നെ കിട്ടും. എനിക്ക് ലൈറ്റ് ഇട്ട് കിടക്കാൻ തീരെ എനിക്ക് ഇഷ്ടം. കുറേ 15, 11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്കൊരു ഗിഫ്റ്റ് തരികയാണെങ്കിൽ വില കൂടിയ സാധനമാണോ അതോ കൈകൊണ്ടുണ്ടാക്കിയ ക്രാഫ്റ്റ് ഐറ്റം ആണോ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുക? ക്രാഫ്റ്റ് ഐറ്റം. കൈകൊണ്ടുണ്ടാക്കിയ ക്രാഫ്റ്റ് ഐറ്റം. എല്ലാരും പറഞ്ഞ ഉത്തരം തെറ്റാം. സംഭവം എന്ന് വെച്ചാ ഈ കൈ കൊണ്ടുണ്ടാക്കിയ ക്രാഫ്റ്റ് നീ അതിൽ 2 ഓപ്ഷൻ വെച്ചിട്ടില്ല. അതില് വെച്ചിട്ടാണ് ഓക്കെ കൈ കൊണ്ടുള്ളത്. ഓപ്ഷൻ വെച്ചോണ്ട് മാത്രം മാത്രമേ സോറി നോർമൽ എനിക്ക് കൈ കൊണ്ടുണ്ടാക്കിയ സാധനം വലിയ ഇൻട്രസ്റ്റ് അതാ ഞാൻ ചോദിച്ചത്. നീ എന്തിനാ പക്ഷെ എനിക്ക് തോന്നി ഞാൻ ക്രോഷ് ചെയ്യാറുണ്ട്. അപ്പൊ എന്നോട് പറയുന്നത് ക്രോഷ് ഫോമിൽ ആണല്ല ക്രോഷൻ നോർമലി ക്രോഷ് അപ്പൊ ക്രോഷ് പൗച്ച് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തവണ. അവിടെ ഞാൻ വെച്ച് അവർക്ക് കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ്. അവള് ബർത്ത്ഡേക്ക് എന്നോട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. വില കൂടിയതല്ലാന്ന് ഉറപ്പാ. വില കൂടി ഇഷ്ടമല്ല എനിക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ത് സാധനവും ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇഷ്ടമാണ്. അതാണ് മീൻസ് അത് എത്ര ചെറിയ സാധനമാണെങ്കിലും ഒക്കെ അത് ഭയങ്കര വാല്യൂബിൾ ആണ്. അതാണ് ശരിക്കും ക്രാഫ്റ്റ് സാധനത്തോട് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ കാണിക്കില്ല. വില കൂടിയതിനോട് വില കൂടിയ സാധനത്തിനോട് ഇൻട്രസ്റ്റ് If I was invited to give a 30-minute presentation on any topic with zero preparation, what would I talk about? അതായത് ഇപ്പൊ ക്ലാസ്സിൽ എവിടുന്നെങ്കിലും ഒരു 30 മിനിറ്റ് എന്നോട് ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞാൽ ചാപ്റ്റേഴ്സ് അല്ല അങ്ങനത്തെ ജസ്റ്റ് ഒരു ടോപ്പിക് ഒരു ടോപ്പിക് ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ഇപ്പം ലവ് ആവാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റിലേറ്റീവ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്തോ ആവാം അതിനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഏതായിരിക്കും സംസാരിക്കാം. ഏത് ടോപ്പിക് ഏത് ടോപ്പിക് ആയിരിക്കും സംസാരിക്കാൻ ലൈഫ് സ്റ്റോറി ലൈഫ് സ്റ്റോറി നീ എന്താ ഫസ്റ്റ് വിചാരിച്ചു? ഫാമിലി. എനിക്കൊരു ഉത്തരം വേണേ. ഉത്തരമുണ്ട്. അതാ അത് പറഞ്ഞോ. ഇപ്പത്തെ ലെവലിൽ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പറ്റുന്ന കുറച്ചുകൂടി ഇഷ്ടം അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ രണ്ടാളും പറഞ്ഞ മൂന്നാമത്തെ മാർക്ക്
സിറ്റുവേഷനിലാണ് ചിലപ്പോൾ മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is a memory of us that you think defines our friendship the most? അതായത് എൻ്റെ കൂടെയുള്ള ഏത് മെമ്മറിയാ നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രയും ഇതാന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? എൻ്റെ കൂടെയുള്ള ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. ഡിഫറെന്റ് ആയിക്കോട്ടെ, നമുക്കത് തോന്നിയിട്ട് നോക്കാം. okay. തോന്നിയിട്ടില്ലെങ്കിൽ നമുക്ക് മാർക്ക് കൊടുക്കൂലോ. What is a memory of us that you think defines our friendship the most? എൻ്റെ കൂടെയുള്ള ഏത് മൊമെന്റാ ഞാൻ പറയട്ടെ. ഫ്രണ്ട്ഷിപ്പ്? എനിക്കിപ്പോ വിളപ്പിച്ച് തോന്നി, എനിക്കിപ്പോ വിളപ്പിച്ച് തോന്നി. ഒറ്റ മെമ്മറിയാ? ഒറ്റ മെമ്മറി ഞാൻ പറയാം. വിന്നിയൊക്കെ എന്റെ വീട്ടിൽ വന്നു നിന്ന ആ ഒരു ഡേ, അതാണ് എനിക്ക് വിന്നിയെ പറ്റി എപ്പോ ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അതാണ് കൂട്ടത്തില് എന്റെ വീട്ടിലേക്ക് ആകെ വന്നിട്ടുള്ള ഒരാൾ വിളാം താമസിക്കാൻ സ്റ്റേ ചെയ്യാൻ. അപ്പൊ ആ ഒരു രാത്രിയും നിങ്ങളെ പേടിപ്പിച്ചത് നല്ല രസമുണ്ട്. അതാണ് എനിക്ക് എപ്പം ഞാൻ ഇവിടെ കുറെ പിന്നെ അതിന് ശേഷം വീട്ടിൽ വിളിക്കുന്നത്. അച്ഛൻ വിടുന്നില്ല. എനിക്ക് എന്നെ ആലോചിക്കുമ്പോ ആ ഒരു ഓർമ്മ പിന്നെ ഒത്തിരി നല്ല ഫ്രണ്ടാന്ന് തോന്നി. സൗണ്ട് പറയണ മൈക്കൊന്നുമില്ല. നമ്മള് ധർമ്മട ബീച്ച് പോയില്ലേ ഫുഡ് ഫെസ്റ്റ് നടത്തിയിട്ട്, അപ്പൊ നമ്മള് മൂന്നാളെ മാത്രമായിട്ട് സമയം ഹിമക്ക് ഒരു കാര്യം കൂടി ഇവിടെ ഇറങ്ങിയിട്ടില്ല. കറുത്ത് പോകും പാദസരം. ഒരൊറ്റ കാര്യം കൂടെ ബീച്ചിൽ അതുകൊണ്ട് 5 മിനിറ്റ് കൂടെ കഴിച്ചു നോക്കില്ല. പക്ഷെ ഗോവയിൽ പോയിട്ട് അത് വീടുകളെ പറ്റില്ല. ആ സമയത്ത് നമ്മള് മൂന്നാളും ഉണ്ടായത്, ഞാനും ഷെഫും പിന്നെ ഉണ്ടായത്. അപ്പൊ ഈ സമയത്ത് നമ്മള് സംസാരിച്ചതും ഗസ്റ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഷഫു ലൈക്ക് അവിടുന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കുഴിയിലൊക്കെ എഴുതി ഞാനും എഴുതിയത് ഞാനും പിന്നെ കുറച്ചങ്ങോട്ട് നടക്കുകയും പിന്നെ ലൈക്ക് ചെറിയ ഒരു താഴ്വരയിൽ വെള്ളം ഉണ്ടല്ലോ, താഴ്വരയില്ല ചെറുങ്ങനെ വെള്ളമുള്ള സമയത്ത് നമ്മൾ ചെറിയ കാലിങ്ങനെ തണുത്തിട്ട് ഒരു 4:30-5 മണിക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് നടക്കുന്നുണ്ട് ബീച്ചിൽ കൂടി. അതെനിക്ക് നല്ല മെമ്മറി ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണ് ചെയ്തപ്പോൾ നല്ല മെമ്മറീസ് ആയിരുന്നു. നമുക്കെല്ലാം ഞാൻ പോയിന്റ് കൊടുക്കും. ഇമോഷണൽ ആവാൻ ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും ഒരു മാത്രമേ നീ നോക്കല്ല ഓളെ കണ്ണുകൊണ്ട് ഓളെ നോക്കൂ. 13 Do I talk in the sleep? ഞാൻ രാത്രി സംസാരിക്കലുണ്ട്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായി. സംസാരിക്കലുണ്ട്. ഞാൻ പറഞ്ഞു സംസാരിക്കലുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലായിരിക്കും പോയ സമയത്ത് സംസാരിക്കലുണ്ട്. നോർമലി ഞാൻ സ്വപ്നം കണക്ക് പിറ്റേന്ന് ഓർമ്മ എത്തണ്ടേ? ഇതൊക്കെ സത്യമായിട്ട് ഞാൻ അയ്യപ്പനാണ്, നമുക്ക് ഓർമ്മയില്ല എന്നാ സംഭവം. ഡോർമിറ്ററിയിൽ എനിക്ക് തോന്നുന്നു അന്ന് നമ്മള് അവിടെ ഒരു എപ്പിസോഡിലാണ് നമ്മള് പ്രേതത്തിനെല്ലാം കാട്ടില്ല. അപ്പൊ നമ്മള് മൊത്തം ഇങ്ങനെ ഒരു പ്രേതത്തിന്റെ എല്ലാം സംസാരിക്കുന്നത് ആൾക്കാരാണെങ്കിൽ നമുക്ക് ഫുൾ ടെൻഷൻ ചെയ്യും. ഇവള് 1 മണിക്ക് ഒറ്റ ഇവളെ സിനിമ കാണാൻ പോയി ഫോണിൽ തന്നെ തിയേറ്ററിലൊന്നുമില്ല, ഏതോ ഒരു ഭൂതകാലമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ, ഇവിടെ ആരെയും തട്ടിക്കൊണ്ടുപോകും. അപ്പൊ ആ ഒരു ഞാൻ കിടന്നെ. അപ്പൊ ആ സമയത്ത് ഞാൻ കണ്ടെന്തൊക്കെ ആയിരിക്കും, പക്ഷെ ഇവര് വേറെ എന്തോ വിചാരിച്ചു. ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വീട്ടിൽ ശരിക്കും ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന്റെ പോയിന്റ് സോറി, എക്സ് എന്നല്ലേ പറഞ്ഞ, നീ എസ് എന്നല്ലേ പറഞ്ഞ. അപ്പൊ 2, 4, 4.
വാട്ട്സ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം. എന്തെങ്കിലും ജീവി അങ്ങനെ അങ്ങനെ അത് ആ എന്താ എനിക്ക് തോന്നുന്ന പോയിന്റ് പറയാം. ഏറ്റവും പേടിയില്ലായിരിക്കണം. ഏറ്റവും പേടിയില്ല. ആ ഇതാ. അല്ല അറിയാ ഇപ്പം എന്തെങ്കിലും പ്രേതത്തിന്റെ സ്റ്റോറി പറഞ്ഞിട്ട് ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് കേറുന്ന horror stories. പ്രേതത്തിന്റെ ഇത് എനിക്ക് പേടിയാ, പക്ഷെ പാമ്പിനെ എനിക്ക് ഏറ്റവും പേടി. ഓക്കെ അപ്പം ആർക്കും മാർക്കില്ല. പാമ്പിനെയല്ല എനിക്ക് ഏറ്റവും പേടി. ഏറ്റവും പേടി എന്ന് വെച്ചാൽ പാമ്പ. അത് കഴിഞ്ഞിട്ടേ ഇതുള്ളൂ. അപ്പം 0. ആ. അങ്ങനെയുണ്ട്. അതുകൊണ്ട് ആ. എന്നാ എനിക്കൊരു പോയിന്റ്. അയ്യോ എടി, ഇത് പോയി. അവന്റെ നീയും കോമ്പറ്റീഷൻ നടക്കൂലേ? ചിലർക്ക് രണ്ട് പ്രൊഡക്ഷൻ ആ മതി. അടുത്ത ക്വസ്റ്റ്യൻ.